ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാം, ബയോളജി ആനുവൽ എക്സാം ഒക്കെ അടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കിടക്കാം. ഓക്കെ, ദെൻ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ആൻസർ എനി 5 questions from 1 to 6, 1 score each. എന്താണ്? 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഹിൻസ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ. ഈ ഹിൻസ് നോക്കിയിട്ട് കറക്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. ദ ഫോൾഡിങ് ഓഫ് ദ ടച്ച് മീ നോട്ട് പ്ലാന്റ്സ് ലീവ്സ് വെൻ ടച്ച്ഡ് ഇസ് നോൺ ആസ് എ നാസ്റ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ടച്ച് മീ നോട്ട് പ്ലാന്റിൻ്റെ ലീവ്സിനൊക്കെ ടച്ച് ചെയ്താൽ അതിനെ പറയുന്നത് എന്താണ്? നാസ്റ്റിക് മൂവ്മെൻറ്റ് എന്നാണ്. ഇനി ബി, മൂവ്മെൻറ്റ് ഓഫ് പ്ലാന്റ് പാർട്സ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ് ആർ ടോപ്പിക് മൂവ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് ഈ പ്ലാന്റ്സ്? ഈ സ്റ്റിമുലസ് അനുസരിച്ചിട്ട് ഈ പ്ലാന്റ്സ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്നാണ് പറയുക. ഇനി സി, ഗ്രോയിങ് ഓഫ് ക്ലൈംബേഴ്സ് ടുവേർഡ്സ് ആൻഡ് അറൗണ്ട് എ സപ്പോർട്ട് ഈസ് എക്സാമ്പിൾ ഓഫ് എപ്റ്റോട്രോപ്പിസം. അപ്പോൾ ഇത് തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ്? അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഓൺലി എ ഈസ് കറക്റ്റ്, എ ഈസ് കറക്റ്റ്, ബി ആൻഡ് സി ആർ ഇൻകറക്റ്റ്, എ, ബി and C are correct, A is incorrect and B and C are correct. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള എ, ബി, സി ആർ കറക്റ്റ്, അതാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ അൾട്രാസോണിക് സ്കാനിങ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാണ്? പൊസിഷൻ ഓഫ് പ്ലാസെൻഡ, ജെസ്റ്റേഷണൽ ഡയബറ്റിസ്, ജനറ്റിക് അബ്നോർമാലിറ്റീസ്, ഗ്രോത്ത് ഓഫ് ദ ഫീറ്റസ്. അപ്പോൾ ഇതിൽ ഏത്? ജെസ്റ്റേഷണൽ ഡയബറ്റിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വൺ ദാറ്റ് ഈസ് കറക്റ്റ്ലി അറേഞ്ച്ഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അപ്പോൾ എന്താണ് ഇതിൽ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി നോക്കാം. അനലിഡ, സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീസ് worms, എക്സാമ്പിൾ ക്രാബ്. മൊലസ്ക, സെഗ്മെൻറ്റഡ് bodied organism, C, Erkin. Then Platyhelminthes, soft body in most organism, a shell made of calcium carbonates covers the body. ഇനി അതിൻ്റെ എക്സാമ്പിൾ പ്ലാനേറിയ, നെമാറ്റോഡ, ലോങ് ആൻഡ് റൗണ്ട് ബോഡീസ്, worms, hook worms. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? നെമാറ്റോഡ. അതിൻ്റെ പെക്യുലിയാരിറ്റി ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് worms ആയിരിക്കും. ലോങ്ങും അതുപോലെ റൗണ്ട് ബോഡീഡ് worms ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഹൂക്ക് worm. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ പ്രോസസ് റിലേറ്റഡ് ടു ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ഇല്ലുസ്ട്രേറ്റഡ് ബിലോ. അപ്പോൾ എന്താണ്? താഴെ ഒരു തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഏതാണ് ഈ പ്രോസസ്സ്? കോൺസെൻട്രേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഈ സ്മോൾ സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ക്യാരിയർ പ്രോട്ടീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? വിച്ച് ബ്ലഡ് വെസൽ ക്യാരീഡ് ബ്ലഡ് ഔട്ട് ഫ്രം ദ ഗ്ലോമുറുലസ്. വിച്ച് ബ്ലഡ് വെസൽസ് ക്യാരീഡ് ബ്ലഡ്? ഗ്ലോമുറുലസിൽ നിന്നിട്ട് ബ്ലഡിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഏത് ബ്ലഡ് വെസലാണ്? അഫറൻറ്റ് വെസൽ, റീനൽ ആർട്ടറി, റീനൽ വെയിൻ, എഫറൻറ്റ് വെസൽ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എഫറൻറ്റ് വെസലാണ്. ഇനി നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ ബ്ലഡ് വെസൽസ് എ ആൻഡ് ബി. തന്നിരിക്കുന്നതിൽ എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്നും പറയാം. അപ്പോൾ എന്താണ്? പൾമണറി എ. അപ്പോൾ ആദ്യം നമുക്ക് എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാം. ഏതാണ്? എ എന്ന് പറയുന്നത് പൾമണറി ആർട്ടറിയും ബി എന്ന് പറയുന്നത് പൾമണറി വെയിനുമാണ്. ഓക്കെ, എ എന്ന് പറയുന്നത്
എ എന്ന് പറയുന്നത് ഏതാണ്? പൾമണറി ആർട്ടറി ആണ്. ബി എന്ന് പറയുന്നത് പൾമണറി വെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻസർ ഇനി 6 questions from 7 to 13 to score 8. അപ്പോൾ എന്താണ് അടുത്തതെന്ന് പറയുന്നത്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് നോക്കി നോക്കാം. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഇല്ലുസ്ട്രേഷൻ. ഈ ഇല്ലുസ്ട്രേഷൻ ഏതാണ് ഈ ഇല്ലുസ്ട്രേഷൻ? ഈ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻ പ്ലാന്റ്സ് സബ്സ്റ്റൻസസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ഫ്രം ദ എക്സ്റ്റേണൽ മൂവ്മെൻറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി വൺ ഓഫ് ദ പ്രോസസ് ഷോൺ ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. ഏതെങ്കിലും ഒരു പ്രോസസ്സ് ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ് ത്രൂ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് plasmodesmata that connect adjacent cells from one cell to another through cell membrane. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതുക. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻ ദ ഹെൽത്ത് ഓഫ് സ്കെലറ്റൽ സിസ്റ്റം. വൈറ്റമിൻ ഡിയും അതുപോലെ കാൽഷ്യവും. അപ്പോൾ എന്താണ് വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും റോള്? സ്കെലറ്റൽ സിസ്റ്റത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റോളാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ ആദ്യം വൈറ്റമിൻ ഡിയുടെ എഴുതുക, ദെൻ കാൽഷ്യത്തിൻ്റെ എഴുതുക. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Vitamin D is necessary for the absorption of calcium, which ensures the hardness and strength of the bones. അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. ഇത് എന്ത് ചെയ്യും? നമ്മുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യും, അതുപോലെ ഹാർഡാക്കും. ഇനി കാൽഷ്യം ആണെങ്കിലോ, കാൽഷ്യം വിച്ച് എൻഷോഴ്സ് ദ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ബോൺസ്. കാൽഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോൺസിൻ്റെ ഹാർഡ്നെസ്സിനും സ്ട്രെങ്ത്തിനും കൂട്ടും. ഇനി നെക്സ്റ്റ് 9ാമത്തെ ചോദ്യമാണ്. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് DNA ബാർകോഡിംഗ് ഇൻ ക്ലാസിഫയിങ് ഓർഗാനിസംസ്. അപ്പോൾ ഈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിൽ DNA ബാറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് എഴുതാം, DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് ക്ലാസിഫയിങ് ഓർഗാനിസംസ് ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസ് ഓഫ് DNA. അപ്പോൾ എന്താണ് DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ? ചില പ്രത്യേക ടൈപ്പിൽ എന്ത് ചെയ്യും? DNA കോഡ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ്. അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്സ് ഇറ്റ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് ദ സ്പൈസസ് അറ്റ് മോളിക്കുലർ ലെവൽ. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ സ്പീഷീസ് നമുക്ക് എന്താ മോളിക്കുലർ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ക്രിയേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് DNA ബാർകോഡ്സ് ബൈ ദ റിസർച്ചേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ ഇങ്ങനെ സ്പീഷീസ് നമുക്ക് മനസ്സിലാവുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ബാർകോഡ് ചെയ്തിട്ടുള്ള DNA ഇങ്ങനെ റിസർച്ചിൽ പോയിട്ടും ലബോറട്ടറിയിൽ പോയിട്ടും നമ്മൾ നോക്കും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. ഈ നെക്സ്റ്റ് 10th question ആണ്. A few contraceptive methods are given. How do they interrupt the process of conception? അപ്പോൾ കുറച്ച് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് വന്നിട്ടുണ്ട്. വാസെക്ടമിയും ഡയഫ്രാമും. ഹൗ ഡേ ദേ ഇൻറപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ. അപ്പോൾ എങ്ങനെയാണ് അവർ കൺസെപ്ഷൻ എന്നിട്ടുള്ള പ്രോസസ്സിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക? അപ്പോൾ വാസെക്ടമി ആദ്യം എഴുതുക, ദെൻ ഡയഫ്രാം എഴുതുക. അപ്പോൾ വാസെക്ടമി എന്താണ്? ബൈ കട്ടിങ് ഓർ ട്രൈയിങ് ദ വാസ് ഡിഫറൻസ് ദ പാസേജ് ഓഫ് ദി സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യണതിലൂടെ നമ്മൾ സ്പേമിന് എന്ത് ചെയ്യാൻ പറ്റും? സ്പേം പോവേണ്ട വഴി ബ്ലോക്ക് ആവും. അപ്പോൾ സ്പേമിന് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് സാധിക്കില്ല. ഇനി ഡയഫ്രാം ആവുമ്പോൾ പ്രിവെൻറ്റ് സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസിലേക്ക് സ്പേം എത്തുന്നത് തടയും. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യമാണ്. ഡിഫറെൻറ്റ് ആനിമൽസ് ആൻഡ് ദ ഫൈല ടു വിച്ച് ദ ബിലോങ്സ് ആർ ഗിവൺ ബിലോ. മേക്ക് ദം പെയേഴ്സ് as shown in the model. അപ്പോൾ എന്താണ്? Planaria, sponges, hydra, cockroach, roundworm. ഇനി എന്താ? Coelenterata, Arthropoda, Echinodermata, Platyhelminthes, Porifera, Nematoda, Echinodermata. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ കോക്രോച്ച്, ആന്ത്രോപോഡ. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. എന്താണ്? പ്ലാനേറിയ, പ്ലാറ്റിഹെൽമിന്തസ്, സ്പോഞ്ചസ്, പോറിഫെറ, ഹൈഡ്ര, സീലൻഡ്രേറ്റ, റൗണ്ട് വേർമ്, നെമാറ്റോഡ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്.
കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ സ്യൂട്ടബിളി ഇൻക്ലൂഡിങ് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സസ്. എന്താണ് വോളണ്ടറി മസിലും ഇൻവോളണ്ടറി മസിലും വന്നിട്ടുണ്ട്. ദെൻ സ്പിൻഡിൽ ഷേപ്ഡ് റോഡ് ഷേപ്ഡ് സ്ട്രൈട്രേഷൻ പ്രസൻറ്റ് സീൻ ഇൻ സ്റ്റൊമക്ക്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? വോളണ്ടറി മസിലിലും ഇൻവോളണ്ടറി മസിലിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വോളണ്ടറി മസിലിൻ്റെ താഴെ റോഡ് ഷേപ്പ്ഡും വരും, സ്ട്രാഷ്യൻസ് പ്രസൻറ്റും വരും. ഇനി ഇൻവോളണ്ടറി മസിലിൽ സ്പിൻഡിൽ ഷേപ്പ്ഡും സീൻ ഇൻ സ്റ്റൊമക്കും വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ചോദ്യം. ഇഫ് ദ കോസ് ഓഫ് ദ ഇൻഫെർട്ടിലിറ്റി ആർ ഐഡൻറ്റിഫൈഡ് ദ ക്യാൻ ഓഫൻ ബി റിസോൾവ് വിത്ത് ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഇൻഫെർട്ടിലിറ്റി എന്താണ് ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സിലൂടെ അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർ ആൻഡ് നോൺ അബൌട്ട് ദ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇൻ മെൻ ആൻഡ് വുമൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുക? ഒന്ന് വിശകലനം ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഈ മെന്നിലും വിമനിലും ഇൻഫെർട്ടിലിറ്റിയുടെ കാരണത്തെ കുറിച്ചിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ മെൻ, ഡിഫക്ട്സ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ദെയർ മോട്ടിലിറ്റി ആർ സർട്ടൻ ഡിസീസസ്. അപ്പോൾ മെന്നിലാണെങ്കിൽ എന്താണ് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണങ്ങൾ? ഡിഫക്ട്സ് ഇൻ സ്പേം പ്രൊഡക്ഷൻ, ഈ സ്പേം പ്രൊഡക്ഷനിൽ വരുന്ന ഡിഫക്ട്സ്, അതുപോലെ തന്നെ സ്പേമിൻ്റെ നമ്പറിൽ വരുന്ന കുറവ്, അതുപോലെ തന്നെ ഈ സ്പേമിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാരണങ്ങളൊക്കെയാണ്. ഇനി വിമനിലാണെങ്കിൽ ഓവുലേഷൻ ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ബ്ലോക്കേജ് ഇൻ ദ ഫെലോപ്പിയൻ ട്യൂബ് ആൻഡ് ഹോർമോണൽ ഇംബാലൻസ് സച്ച് ആസ് പോളിസിസ്റ്റസ് ഓവറിയൻ സിൻഡ്രോം PCOS. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതാം. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഈ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതെന്താ? ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 40 to 20. 14 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. റീഡ് ഔട്ട് ദ ഗിവൻ ഡയഗ്രാം ആൻഡ് ലേബൽ ദ ഫോളോയിങ് പാർട്സ്. അപ്പോൾ എന്താണ്? താഴെ ഒരു പാർട്സ് തന്നിട്ടുണ്ട്, അത് റീഡ്രോ ചെയ്യുക, ലേബൽ ചെയ്യുക. പാർട്ട് വേർഡ് ഒഡോntoplasty സെൽസ് ആർ സീൻ. അപ്പോൾ അത് എവിടെയാണ്? പൾപ്പ് ക്യാവിറ്റിയാണ്. ദെൻ കണക്റ്റീവ് ടിഷ്യൂസ് ദാറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ ഗം. എന്താണ് ടൂത്ത്? അതായത് പല്ലിനെ ഗമ്മിൽ നിന്ന് നിലനിർത്തുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? സിമൻറ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് 15ാമത്തെയാണ്. അനലൈസ് ABC. എയും ബിയും സിയും അനലൈസ് ചെയ്യുക. ദെൻ അതിൻ്റെ ഫൈലം പെക്യൂലിയാരിറ്റി എഴുതുക. അപ്പോൾ എന്താണ്? എന്ന് അനലിഡയാണ്. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം ആണ്. ദെൻ അടുത്തത് ബി എന്ന് പറയുന്നത് എന്താ? എക്കിനോഡെർമാറ്റയാണ്. അതിൻ്റെ പെക്യൂലിയാരിറ്റി എന്ന് പറഞ്ഞാൽ മെറൈൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി, മെറൈൻ ഓർഗാനിസം ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ മൊലസ്കയാണ്. സോഫ്റ്റ് ബോഡി. ഇൻ മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്സ് കവേഴ്സ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.